ക്രിസ്തുവിനെ പ്രഘോഷിക്കാത്ത സഭയല്ല. ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനും ആ ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമാണ് ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെയൊക്കെ ദേവാലയത്തിൻ്റെ ഭംഗി കുറവാണെന്ന് പറഞ്ഞ്, വലിപ്പം പോരെന്നും പറഞ്ഞ്, അല്ലെങ്കിൽ പുതിയ മോഡലുകൾ വരുമ്പോൾ പുതിയ രീതിയിൽ പുതിയ ഫാഷനിൽ നമ്മൾ ദേവാലയം നിർമ്മിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട പല കാര്യങ്ങളുമുണ്ട്. ഈശോ ഒരിക്കലും വലിയ ദേവാലയം പണിയുവാനോ ആ ദേവാലയത്തിനുള്ളിൽ അടച്ചിരിക്കുവാനോ പറഞ്ഞിട്ടില്ല. ഈശോ എപ്പോഴും പറയുന്നത് സുവിശേഷം പ്രഘോഷിക്കുവാനാണ്. ഈശോയെ അറിയാത്ത ആയിരങ്ങളുടെ ഇടയിലേക്ക് പോയി സുവിശേഷം പ്രഘോഷിക്കുവാനും അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവാനും അവരെ വിശ്വാസത്തിലേക്ക് നയിക്കുവാനുമാണ് ഈശോ പറയുന്നത്. സാത്താൻ്റെ പിടിയിൽപ്പെട്ടു പോകുന്ന അനേകം ജനങ്ങളെ ക്രിസ്തുവിനെ അനുഭവിച്ച നമ്മൾ പ്രഘോഷിക്കുമ്പോൾ മാത്രമാണ് മറ്റുള്ളവർ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്. ഇതൊരു മതമാറ്റമോ അതല്ലെങ്കിൽ മറ്റുള്ളവരെ സഭയിലേക്ക് ചേർക്കുന്ന ഒരു പ്രക്രിയയല്ല. ഈശോയിലൂടെ മാത്രമേ സ്വർഗരാജ്യം നേടുവാൻ സാധിക്കുകയുള്ളൂ. ഈശോയിലൂടെ അല്ലാതെ സ്വർഗരാജ്യം ലഭ്യമാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ സ്വർഗം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന നമ്മൾ ഈശോയുടെ ആ രക്ഷ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ ബാധ്യസ്ഥരാണ്. അത് നമ്മുടെ കടമയുമാണ്. മാമോദിസ സ്വീകരിച്ചിട്ടുള്ള എല്ലാ ക്രിസ്ത്യാനികളുടെയും കടമയും ഉത്തരവാദിത്വവുമാണ് ക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്നുള്ളത്. ഇന്നത്തെ കാലത്ത് ക്രിസ്തുവിനെ പ്രഘോഷിക്കാത്തതാണ് സഭയുടെ ഏറ്റവും വലിയ പരാജയം. നമ്മൾ പരസ്പരം ദേവാലയത്തിന് വേണ്ടിയിട്ടൊക്കെ മത്സരിക്കുമ്പോൾ ഇവിടെ യേശുവിനെ അറിയാത്ത ആയിരങ്ങൾ ചെറിയൊരു ദേവാലയം ഉണ്ടാക്കി അവിടെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുവാൻ കടന്നു വരുന്നു. ഇപ്പോൾ ഇവിടെ ഈ പഞ്ചാബിലായിരിക്കുമ്പോൾ ഇവിടെയുള്ള സഹോദരങ്ങൾ പറയുകയുണ്ടായി, ഒരു ചെറിയ ദേവാലയം വേണം. ഇത് കോമൺ ആയിട്ടുള്ള ഒരു ദേവാലയമാണിത്. എല്ലാവർക്കും, പെന്തക്കോസ്തുകാർക്കും മറ്റ് ഡിനോമിനേഷനിലുള്ള ആളുകളെല്ലാം വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദേവാലയമാണിത്. കാരണം ഇവിടെ ഇതാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാവർക്കും വേണ്ടി ഒരേപോലെ. ഇവിടെ വിശുദ്ധ കുർബാനയുമുണ്ട്. ഇവിടെ ആഴ്ചയിൽ ഒരിക്കലേ വിശുദ്ധ കുർബാനയുള്ളൂ. ചില ആഴ്ചകളിലൊന്നും വൈദികനില്ലാത്തതിൻ്റെ കുറവ് മൂലം വിശുദ്ധ കുർബാന ഇവിടെ നടക്കാതെ വരുന്നു. ഇവിടെ നിന്നും ഒരുപാട് ദൂരത്തിൽ പോകണം വലിയ ഒരു ദേവാലയത്തിലേക്ക്. ഈ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം സാധാരണക്കാരും സാധാരണ ജോലി ചെയ്ത് ജീവിക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വിശ്വാസം വളരെ ഏറെയാണ്.
ഞാൻ പലപ്പോഴും പലരോടും പറയാറുണ്ട്, ഞാൻ വർഷങ്ങളായിട്ട് മിഷനിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഈ ദേവാലയങ്ങളൊക്കെ പണിതിട്ട് എത്ര വിശ്വാസികൾ ദേവാലയത്തിലേക്ക് വരുന്നുണ്ട്, വിശുദ്ധ കുർബാനയിലേക്ക് കടന്നു വരുന്ന എത്ര ആളുകളുണ്ട്, വിശ്വാസത്തോടെ തീഷ്ണതയോടുകൂടി കടന്നു വരുന്ന എത്ര ആളുകളുണ്ട്. ഇവർ മിഷനിൽ പോകുന്ന ഒരാളെ സഹായിക്കുവാനോ മിഷനിലേക്ക് പോകുന്നവർക്ക് ഒരു സപ്പോർട്ട് ചെയ്യുവാനോ ഇവരാരും തയ്യാറാകുന്നില്ല. നേരെ മറിച്ച് ഇവരോടൊരു ദേവാലയം പണിയണം, അതല്ലെങ്കിൽ ഈ അൾത്താര ഇച്ചിരി മോശമാണ്, നമുക്കൊരു പുതിയ മോഡൽ ഉണ്ടാക്കണം എന്ന് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും കൊടുക്കുവാൻ അനേകം ആളുകളുണ്ട്. എന്നാൽ മിഷനിൽ പോകുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ കുടുംബത്തെ ഒന്ന് സഹായിക്കുവാൻ ആരും മെനക്കെടാറില്ല. സാത്താൻ്റെ ഒരു വലിയ തന്ത്രമാണ്. കാരണം സുവിശേഷം പ്രഘോഷിക്കപ്പെടരുത് എന്നുള്ള സാത്താൻ്റെ തന്ത്രം. എത്രയെത്ര ദേവാലയങ്ങളാണ് ഭംഗി പോരാ എന്ന് പറഞ്ഞ് നമ്മൾ തല്ലി പൊളിച്ചിട്ട് വീണ്ടും പുനരുദ്ധരിക്കുന്നത്. ദേവാലയം വേണ്ട എന്നല്ല, നമുക്ക് നല്ലൊരു ദേവാലയം വേണം. പക്ഷേ ആ ദേവാലയത്തിലേക്കാളുപരി ക്രിസ്തു ആ ദേവാലയത്തിലല്ല വസിക്കുന്നത്, ക്രിസ്തു മനുഷ്യ ഹൃദയങ്ങളിലാണ്. ആ ദേവാലയം എന്ന് പറയുന്നത് നമുക്ക് പ്രാർത്ഥിക്കുവാനും ഒരുമിച്ചൊരു കൂട്ടായ്മയായിട്ട് ഇരിക്കുവാനും പരിപാവനമായിട്ട് സൂക്ഷിക്കുവാനും അവിടെ വരുന്നവർക്ക് ഒരാശ്വാസം ലഭിക്കുവാനുമാണ്. അത് നമ്മൾ ഏത് സമയത്ത് ഓരോ വർഷം കൂടുമ്പോഴും പുതിയ പുതിയ മോഡലുകൾ വരുമ്പോൾ അത് പൊളിച്ച് പുതിയത് ഉണ്ടാക്കുമ്പോൾ ആ പണം നമ്മൾ എത്രമാത്രം ദൂർത്തടിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ പണമുണ്ടെങ്കിൽ മിഷനിൽ പോകുന്ന ഒരു വ്യക്തിയെ സഹായിക്കാൻ സാധിക്കും. ആ പണമുണ്ടെങ്കിൽ മിഷനിൽ പോകുന്ന ഒരു വ്യക്തിക്ക് എത്രയോ ആശ്വാസകരമാകും. സുവിശേഷം എങ്ങും എത്താത്തതിൻ്റെ കാരണം സുവിശേഷം പ്രഘോഷിക്കുവാൻ ആളില്ല എന്നുള്ളത് തന്നെയാണ്. എന്നാൽ സുവിശേഷത്തിന് വേണ്ടിയിട്ട് വില കൊടുത്ത് ഇറങ്ങുന്ന ആളുകൾ ഉണ്ട്. പക്ഷേ അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും ഉള്ളവരാണ് ഭൂരിഭാഗവും. നമ്മൾ ഈ ദേവാലയങ്ങളൊക്കെ പുതുക്കി പണിയുന്നതിന് പകരം അവരെ ഒന്ന് സഹായിക്കുവാൻ, മിഷനെ ഒന്ന് സഹായിക്കുവാൻ തയ്യാറാണെങ്കിൽ പോകുവാൻ ഒരുപാട് ആളുകൾ ഇറങ്ങി വരും. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് ഒരു കൂട്ടായ്മയായിട്ട് ഒരു കുടുംബമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. കുഞ്ഞു കുട്ടികളെ കൂടി ഇവർ കൊണ്ടുവരുന്നു. നമ്മുടെ കുട്ടികളെയൊക്കെ മിഷനിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും നമ്മുടെ വിശുദ്ധ കുർബാനയിലേക്ക് പോലും നമ്മുടെ കുട്ടികളെ പറഞ്ഞു വിടാൻ തയ്യാറാകുന്നില്ല. ഈ കുട്ടികളുടെ മനസ്സിൽ ഈ മിഷനിലേക്ക് കടന്നു വരുമ്പോൾ അവരെല്ലാവരും യേശുവിൻ്റെ ആ സ്നേഹം പങ്കുവെച്ച് കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതുപോലെ ഈ ഗ്രാമങ്ങളിലുള്ള എല്ലാവരുടെയും ജീവിത രീതികളൊക്കെ പഠിച്ചു വരുവാനും അവർക്ക് സാധിക്കുന്നു. അങ്ങനെ ഈ ജീവിത രീതികളൊക്കെ പഠിച്ച് വിശ്വാസത്തിലൊക്കെ ജീവിച്ച് വളരുമ്പോൾ കുട്ടികൾ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെട്ടു പോവുകയില്ല. നമ്മുടെ കുട്ടികളെയൊക്കെ വീട്ടിൽ അടച്ചിരുത്തി ട്യൂഷനുണ്ട്, അതല്ലെങ്കിൽ ഞായറാഴ്ച പോലും മാമോദീസ, കല്യാണം, ഇങ്ങനെ പല പരിപാടികളുമുണ്ട്. അതുകൊണ്ട് തന്നെ സൺഡേ ക്ലാസ്സിൽ വരെ വിടാതെ, ദേവാലയത്തിൽ വിടാതെ, ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് പോയില്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ പഠിപ്പിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ദേവാലയത്തിൽ നിന്നും ഒരു അകൽച്ച വരുന്നു. അതിനുശേഷം വർഷങ്ങൾ കഴിയുമ്പോൾ വലുതാവുമ്പോൾ കുട്ടികൾ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, മദ്യത്തിന് അടിമപ്പെട്ടു പോകുന്നു, അതുപോലെ തെറ്റായ പ്രേമബന്ധങ്ങളിൽ മുഴുകിയിട്ട് വഴി തെറ്റിപ്പോകുന്നു എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മുമ്പിലൊക്കെ പലരും വരാറുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ കാരണം നമ്മൾ ചെറുപ്പത്തിൽ തന്നെ വിശ്വാസ പരിശീലനം കൊടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ കൊച്ചുമക്കളുടെ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ വളരെ സന്തോഷമാണ്. കാരണം ഇവരൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരിക്കലും വഴി തെറ്റിപ്പോകത്തില്ല, ഒരിക്കലും വഴി തെറ്റിപ്പോകാൻ സാധ്യതയില്ല. കാരണം അവർ മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളും സങ്കടങ്ങളും ഒക്കെ കണ്ടു വളരുന്നവരാണ്. നമുക്കതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് പുതിയ ദേവാലയങ്ങൾ പണിയുന്നത് നിർത്തിയിട്ട് മിഷനെ ഒന്ന് സഹായിക്കുവാൻ, മിഷനിലേക്ക് പോകുന്നവരെ ഒന്ന് സഹായിക്കുവാൻ നമുക്ക് മനസ്സ് കാണിക്കാം.
മാറ്റം നടക്കുകയാണോ, ഇതിനാണ് നടക്കുന്നത് എന്നൊക്കെ ഒരു പക്ഷേ പലരും ചോദിച്ചേക്കാം. പക്ഷെ ക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ ലോകത്തിൻ്റെ സകല ശേഷത്തും പോയിട്ട് നിങ്ങൾ സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കണമെന്ന്. കാരണം ഈശോ ഒരിക്കലും ഒരാളും സ്വർഗത്തിന് നഷ്ടപ്പെട്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല. നരകത്തിലേക്ക് കൊണ്ടുപോകാനാണ് പിശാച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുവിശേഷത്തെ തടയുവാൻ പല ആളുകളിലൂടെയും പല വ്യക്തികളിലൂടെയും സാത്താൻ ശ്രമിച്ചെന്നിരിക്കും. പക്ഷേ തോറ്റുപോകാതെ പരാജയപ്പെട്ടു പോകാതെ ക്രിസ്തുവിനെ ധൈര്യസമേതം നമുക്ക് കൊടുക്കാം. കാരണം നമുക്കൊരു സ്വർഗരാജ്യമുണ്ട്. നമ്മൾ പറയുന്നതിനനുസരിച്ച്, നമ്മൾ ജീവിക്കുന്നതിനനുസരിച്ച്, നമ്മൾ വിശ്വസിക്കുന്നതിനനുസരിച്ച് മറ്റുള്ളവരും സ്വർഗത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. അതിനായി നമുക്ക് പ്രയത്നിക്കാം. ഹല്ലേലൂയ. ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.